എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. കണ്ടത് ആദ്യമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നല്ല വേറൊരു ഇത് നോക്കിയേ, ഒരു നീണ്ടിട്ടുള്ള ഇത് വന്ന് കടിച്ചാൽ ഒരു വലി വലിച്ചാൽ മതി. പക്ഷെ എനിക്കിത് ആരാ പറഞ്ഞോളാം, നമ്മള് തത്തേനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ അർബാനായിട്ടായിട്ടൊന്ന് ഈ പറമ്പിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെക്കാളും മുന്നേ ഓടിപ്പോയി നിൽക്കുന്ന ഒരാൾ നോക്കിയേ, നമ്മുടെ പേളിക്കുട്ടി. അവൾ പറമ്പിൻ്റെ അറ്റെത്തി. നമ്മുടെ പുതിയൊരു മത്ത അതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ ഓരോ ദിവസം വരുമ്പോൾ നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഞാൻ ഉണ്ടല്ലോ നമ്മുടെ അവിടെ പുതിയൊരു മോഡൽ മത്തങ്ങിൻ്റെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാവണത്. ഒരു പ്രത്യേക ഷേപ്പാണ്. ഞാൻ എന്താ പറയുക, ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു മോഡൽ മത്തങ്ങനെ. ഞാനും കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നല്ല വേറൊരു നല്ല ഇങ്ങനെ മത്തങ്ങയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. ഇത് നോക്കിയേ, ഒരു നീണ്ടിട്ടുള്ളൊരു ടൈപ്പ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ പുതിയൊരു വെണ്ടത്തൈകൾ വെച്ച് കൊടുത്ത് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് പുല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാം. ഈ മത്തങ്ങ ഉണ്ടായി തുടങ്ങി അന്ന് തൊട്ട് ഞാൻ എന്നു പറയണ പോലെ നോക്കൂട്ടാ. കാരണം ഇതെങ്ങനെയുണ്ട് അത് വലുതായി വരുമ്പോഴല്ലേ നമുക്കറിയാം ഇതിൻ്റെ ഷേപ്പ് ഒരു വേറൊരു ടൈപ്പായിട്ട് ഇങ്ങനെ വലുതായി വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ വെണ്ട. അടിയിൽ നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങും. നില വേണ്ട പോലെ ഇങ്ങനെ ഓരോ ഇത് ചെറുതിൽ നിന്ന് തന്നെ ഉണ്ടാവണ കാരണം ഓരോ എക്കുമ്പോൾ ഇങ്ങനെ വലുതാവണേ അനുസരിച്ച് ഉണ്ടായി തുടങ്ങും കേട്ടോ. നല്ലൊരു സൈസ് വെണ്ടയത്. ഇത്തിരി പുല്ലുണ്ട്. നമ്മൾ ചാണം കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നനച്ചു തുടങ്ങി. അപ്പോൾ നേരെ ആ ചാണത്തിലേക്കാണ് നമ്മൾ മോട്ടർ വയ്ക്കുക. അപ്പോൾ അവരെ കടക്കിലേക്കൊക്കെ ഇങ്ങനെ തന്നെ പരന്ന് വരും. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക കലക്കി ഒഴിക്കണേന്ന് നിന്ന് വെച്ചാൽ സമയമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ നമ്മൾ കലക്കി ഓരോന്നിൻ്റെ കടയിൽ ഒഴിക്കാൻ നിൽക്കേണ്ടത്. ഇതാകുമ്പോൾ ആ ഇതിലേക്ക് മോട്ടർ അടിച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് എന്നും ഒരു കടക്കിലേക്ക് ഇങ്ങനെ കിട്ടും. നമ്മുടെ വെണ്ടക്കായയുടെ എന്താ പറയുക തടത്തിലത്തെ പുല്ല് മേടിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ഈ തടത്തിൻ്റെ അരുവശത്തായിട്ട് ഇങ്ങനെ പുല്ല് വളരേ. അപ്പോൾ അതൊന്ന് ചെത്തിയെടുത്തില്ലെങ്കിൽ ഇത് അതിലേക്ക് പടരും. അപ്പോൾ കണ്ടത് ഈ ഒരു സൈഡിൽ കണ്ടോ, ഇതേപോലെ നമ്മൾക്ക് വരുമ്പോഴേ ഇത് അതുകൊണ്ട് ചെത്തിയെടുക്കുക. ഏതായാലും ഇങ്ങനെ വരുന്നത് കൂടി എടുത്തില്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഇവർ പെട്ടെന്ന് അങ്ങോട്ട് കയറും. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞു കൈക്കോട്ടുകൊണ്ട് തന്നെ പറ്റുള്ളൂ കേട്ടാ. കുടഞ്ഞെടുക്കും നമ്മൾ പുല്ല്. പിന്നെ ആ മണ്ണ് അങ്ങനെ തന്നെ അങ്ങോട്ട് കയറ്റിടും. അപ്പം ഇത്രയും ഭാഗം ഒന്ന് വൃത്തിയായി കിട്ടി.
ഞാനൊന്നേ പുല്ല് അവിടേക്ക് കളഞ്ഞിട്ട് ഒന്ന് കൈ കഴുകി വന്നിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കും. നല്ല കുയിലിൻ്റെ സൗണ്ട്. എല്ലാ ദിവസത്തെ പോലെ തന്നെ പറമ്പിൽ വന്ന് ഇപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പടവലങ്ങ പുഴുണ്ടോ എന്നുള്ളത് നോക്കലാണ്. അപ്പോൾ അത് ആദ്യം നോക്കിയിട്ട് നമുക്ക് പൊട്ടിക്കാട്ടോ പച്ചക്കറി. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ പുഴുക്കൾ ഇവിടുന്ന് പോവാണ്ട് നിൽക്കണേ. എങ്ങനെ നോക്കിയിട്ടും എല്ലാ ദിവസത്തെ പോലെയല്ല, ഓരോ ദിവസം തരുമ്പോഴും ഇതുമത്തെ ഇലയുടെ എണ്ണം കുറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ലല്ലോ പടവലങ്ങ ഉണ്ടാവുക, ആകെ പന്തലിച്ച് എത്ര രസം. പടവലങ്ങ മാത്രമായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നങ്ങനെ കാണാനില്ലായിട്ട് ഇന്നലെ നമ്മൾ കവജ് തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കവജ് ഈ പ്രാവശ്യം നമുക്ക് ഫലിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ പോയാലും പുഴുവിനെ കിട്ടാറുണ്ട്. ഈ വട്ടം കാണാനില്ല. മഴ പെയ്യാണ്ടെന്നാൽ മതി, അപ്പോൾ നമ്മുടെ കവജ് നമ്മളെ രക്ഷിക്കും. കണ്ടു, ഈ വട്ടം കിട്ടിയിട്ടില്ല. അതാണ് ഈ തല സുഖമായിട്ടാണ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പടവലങ്ങ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പടവലങ്ങ പൊട്ടിച്ചിടാം. കുഞ്ഞ് പടവലങ്ങ, നല്ല നീളമുള്ള പടവലങ്ങയുടെ തൈ കിട്ടാനില്ല. ചോദിക്കുന്നുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ 2 ദിവസം മുന്നായിട്ട് തക്കാളി പൊട്ടിച്ചുകൊണ്ടായി. ഇനിയിപ്പോൾ ദിവസം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കാറോ, എന്നും പഴുക്കണത് മാത്രം പൊട്ടിച്ചെടുക്കണമല്ലോ. പക്ഷെ എന്ത് ഭംഗിയാ നോക്കി. ഇത്തിരി പഴുപ്പ് കുറവാണ്, എന്നാലും ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതേപോലത്തെ തക്കാളി കൊണ്ട് കറി വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇത്രയും തക്കാളി നമ്മൾ പൊട്ടിച്ചെടുത്തുട്ടാ. അപ്പോൾ ഇനി നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കാം. നമുക്ക് മത്തങ്ങ പൊട്ടിക്കാം. മത്തങ്ങ ഈ ഒരു ഭാഗത്തെ കാട് നമ്മൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ലേ. കാടല്ല പുല്ല്, കാരണം മത്തങ്ങ പടരണ കാരണം കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ ഈ മത്തങ്ങ പൊട്ടിച്ച് കഴിഞ്ഞ് 2 മത്തങ്ങ പൊട്ടിക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നോക്കണില്ല. അത് വൃത്തിയാക്കണ സമയത്തുള്ളതുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കാരണം ഇനി നമ്മൾ നന തുടങ്ങുമ്പോഴേ മഴക്കാലത്തേക്കാളും കഷ്ടമായിരിക്കും ഇഴജന്തുക്കൾ വന്ന് കിടക്കുക. അപ്പോൾ വേറെ മത്തങ്ങ അവിടെ പടർന്നിട്ട് ഞാൻ കാട്ടി തന്നില്ല. അപ്പോൾ അതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം വൃത്തിയാക്കി എടുക്കും. ഒരു മത്തങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് നന്നായി മൂത്തു. ഉണ്ട്, ഇത് മൂത്തു നല്ല മഞ്ഞ കളറായി. അതിൻ്റെ ഉള്ളിലൊരു നല്ല പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. അത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇത്രയും വന്ന മത്തങ്ങ പാകം കറി വയ്ക്കാനോ നമുക്ക് മെഴുക്കുപുട്ടി ഉണ്ടാക്കാനോ ഒക്കെ ഈ ഒരു രൂപത്തിലുള്ള മത്തങ്ങ നല്ലത്. അപ്പോൾ ഇത് 2 ഇവിടെ ഉണ്ട്. പിന്നെ വലിയൊരു മത്തങ്ങയും കൂടി ഉണ്ട്, അത് അവിടെ നിന്ന് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്തിൽ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് പൊട്ടിക്കാൻ പോകട്ടാ. മുറത്തിൽ വെക്കാൻ പറ്റില്ല, താഴെ വെച്ച് വെക്കുക. കാരണം ചതുരപ്പയറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടേ. പൂ മരിക്കുന്ന നമ്മുടെ നോക്കിയൊരു കയ്പ്പിക്കുക. അധികം നീളമില്ലാത്തൊരു കയ്പ്പിക്കാണ്. പക്ഷെ ഇങ്ങനത്തെ കയ്പ്പക്കായ്ക്ക്, ഈ കളറുള്ള കയ്പ്പക്കായ്ക്ക് ഇത്തിരി കലപ്പ് കുറയും കേട്ടോ. അപ്പോൾ ഇതും പൊട്ടിച്ചെടുക്കട്ടെ. ഇനി നന്നായി ഉണ്ടായി തുടങ്ങും. കണ്ട,
ആയി തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ കൊള്ളി പറിക്കുമ്പോൾ എപ്പോഴും പറയാറില്ല ഇവിടെ മത്തങ്ങ പടരണു എന്നുള്ളത്. ആ മത്തങ്ങയാണ് ഇട്ടത്, അതിലത്തെ ഒരു മത്തങ്ങ. ഇത് മീൻ്റെ ഇടയിൽ കിടന്നിട്ടേനാ നമ്മളെ മത്തങ്ങ. ഇപ്പം നമുക്ക് ഈശ്വരത് മുറിച്ചിട്ട് കിടന്നിട്ട് പറയാം. മത്തങ്ങ നമുക്കിപ്പോൾ ഭയങ്കര ആവശ്യമാണ്. കാരണം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പോൾ മത്തങ്ങ. അപ്പോൾ ഇതേപോലത്തെ ഒരു മത്തങ്ങ ഉണ്ടെങ്കിൽ അവർക്കൊരു 5 ദിവസം ഓരോ കഷ്ണം വെച്ചിട്ട് നമ്മൾ കൊടുക്കൂട്ടാ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഭയങ്കര ആവശ്യമായി തുടങ്ങി. കാരണം അത് കാരണം നമ്മൾ പലപ്പോഴും ഓടി വന്ന് ഒന്ന് പൊട്ടിക്കാറുണ്ട്. പിന്നെ നമ്മൾ നിർത്തിയ കാരണം അതാണ്. കാരണം നന്നായി മൂത്താലും കുഴപ്പമില്ല, അവർക്ക് വേവിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ 3 മത്തങ്ങ കിട്ടി നമുക്ക്. ഇനി നമ്മുടെ വെണ്ട. ഞാനിതിന് മുന്നേ വെണ്ട കാട്ടിയില്ലേ പുല്ല് വലിക്കുന്നത്, അതേ സെയിം ഇതിൽ പെട്ട വെണ്ട കേട്ടോ. ഇതിൻ്റെ താഴത്തു നിന്ന് തന്നെ നമ്മളൊരു സ്റ്റെപ്പ് പൊട്ടിച്ചു. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മുടെ ഇതിവിടെ ഇരിക്കട്ടെ, കൈ പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ചതുരപ്പയർ പൊട്ടിക്കാം. ചതുരപ്പയർ പിന്നെ നിങ്ങളെ തപ്പണം കണ്ട, ഇത് ഉള്ളിലേക്ക് നിൽക്കണേ ഇതേപോലെയാ. ഒരു വലിയ കൊട്ട എടുത്താൽ മതിയായിരുന്നു. ഞാനത് അർബാനും കൂടി കൈ പിടിച്ചിട്ട് വന്നത്, എന്നിട്ട് പോലും കൊട്ട എടുക്കാൻ വിട്ടുപോയി. അപ്പം ഇത്രയും ചതുരപ്പയറായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് നോക്കണേ. ഇനി നമ്മുടെ നിത്യവൈദ്യലിംഗ പൊട്ടിക്കാം. നിത്യവൈദ്യലിംഗ ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. നിത്യവൈദ്യലിംഗ ഉണ്ടായി തുടങ്ങിയാലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കിക്കൊണ്ടിരിക്കേ എന്താ പറയുക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഉണ്ടാവുക. മുറം എടുത്ത് പിടിക്കാൻ പറ്റാത്ത തന്നെ. പുളിയുറുമ്പേ ഞാൻ പറഞ്ഞല്ലോ, പുളിയുറുമ്പ് കൂടുമ്പോൾ തൊട്ട് പോയി. അപ്പോൾ അത് അനങ്ങിയിട്ടുണ്ട്, മേലേക്ക് കയറി. ഇത് കണ്ട, ഇതൊക്കെ പുളിയുറുമ്പ് കൂടാ കണ്ട. തൊട്ട് കഴിഞ്ഞാൽ പണിയാവും നമുക്ക്. അപ്പുറത്തൊരെണ്ണം തൊട്ട കാരനാണ് മേലേക്ക് കയറിയത്. ഞാനിവിടുത്തെ പൊട്ടിക്കില്ല, ഇതെൻ്റെ മേലിക്കാവും കണ്ട. എല്ലാവരും അനങ്ങി. അപ്പോൾ അതവിടെ നിന്നോട്ടെ. ഇനി അപ്പുറത്തുണ്ട് കുറച്ചുകൂടി പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ പോയി പൊട്ടിക്കാം. നമ്മുടെ ചേമ്പിൻ്റെ ഒരു ഇല പൊട്ടിച്ചിട്ട് പോട്ടെ. ഇവിടുത്തെ നോക്കിയേ കണ്ട, കയറ് കെട്ടി കൊടുത്തപ്പോൾ കയറുമ്പോൾ കൂടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. കണ്ടോടെയൊക്കെ നിറച്ചാണ് ഉണ്ടാവണേ. Oh, yeah.
ഞാൻ പറയാറുണ്ട് കേട്ടോ, നമ്മുടെ നിത്യവൈദ്യനിക്ക് കേട് വരികയില്ല കേട്ടോ. ഒരു കേടും വരാത്ത പച്ചക്കറിയിലത്തെ ഒരാളാണ്. നട്ടോട് പോന്നാൽ മതി, കടക്കിലേക്കുള്ള ആവശ്യത്തിനുള്ള അവരുടെ വളം കാര്യങ്ങളും കൊടുത്താൽ മതി. പിന്നെ വേറൊരു കേടും വലിയവർക്ക് എന്നും വന്ന് കൂട്ടാൻ പൊട്ടിക്കും ചെയ്യാം. ശരിക്കും എല്ലാവരും പറയും നിത്യവൈദ്യനി ഉണ്ടെങ്കിൽ നമുക്ക് കറിക്ക് വേറെ അന്വേഷിക്കേണ്ടതാണ്, കാരണം എന്നും കിട്ടും. നമ്മുടെ ഇല പോരാ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കട്ടാ. അപ്പം ഞാൻ ഇതവിടെ കൊണ്ടുവന്നിട്ട് ആ മോറ അടക്കം എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ പൊട്ടിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. അതിന് എന്തിനാണെങ്കിൽ ഇനി അരിയാം, നമുക്ക് ചീര കൂടി അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ അരിഞ്ഞെടുക്കാം. നമ്മുടെ ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുളച്ച് വന്നിട്ടുള്ള ചീരക്കടകളായിട്ടാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പറമ്പൊക്കെ കൊത്തി നനച്ച് തുടങ്ങിയല്ലോ, അപ്പോൾ തന്നെ തൈകൾ മുളയ്ക്കും. അപ്പോൾ നല്ല ഉഷാറുള്ള നല്ല തൈകളായിട്ട് ഇങ്ങനത്തെ മുളയ്ക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പറിച്ച് നടുന്നതും ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ചീരക്കട നോക്കി ഞാൻ ഒരു വട്ടം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൊമ്പും ചില്ലും വന്നു. ഇപ്പോൾ വീണ്ടും അരിഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി വരും ചില്ലകൾ എണ്ണം കൂടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ ചീരക്കടകൾ ഉണ്ട്. അതാണ് കേട്ടോ ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നട്ടതും കൂടി നമ്മൾ അരിഞ്ഞെടുക്കും. ഇപ്പോഴത്തെ ചീരകളുണ്ടല്ലോ നല്ല ഇലകളായിരിക്കട്ടെ, മഴയൊന്നുമില്ലല്ലോ. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ കണ്ട ഈ ഇല നോക്കിയാൽ നല്ല ഇലയാണ്. മഴക്കാലത്ത് പക്ഷെ ചീര ഉണ്ടാവും, പക്ഷെ ഒക്കെ കുത്തുകളുണ്ടായിരിക്കുന്നു മാത്രം. വേനൽക്കാലത്താണ് ചീര എപ്പോഴും നന്നാവാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറിച്ച്, അതായത് തന്നെ അവിടേക്ക് മുളച്ച് തൈകൾ കൊണ്ടുപോയിട്ട് പറിച്ച് നട്ടിട്ടുള്ള ചീരയാണ് ഇത്. ഇതായാലും എന്താ പറയുക, നല്ല വളർച്ച ഉണ്ടാവാറുണ്ട് നമ്മളുടെ ചീരയ്ക്ക്. നല്ല വലിയ ഇലകളും തണ്ടുകളൊക്കെ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് കൊടുക്കണ വളം പച്ചച്ചാണം കലക്കി ഒഴിക്കും. പിന്നെ ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ചീരകൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ചയുള്ള ചീരകളും പെട്ടെന്ന് കതിരൊന്നും വരില്ല കേട്ടോ. നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം, ഒരു സമയമുണ്ട്. ആ ടൈമിൽ തന്നെ അരിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ നാൾ തന്നെ നമുക്കൊരു ചീര കടയിൽ വന്ന് നമുക്ക് പല വട്ടമായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും, കതിര് വരാണ്ട് തന്നെ. ഇപ്പം നോക്കി നമ്മളിതാ എത്രയും ചീരയായിട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളുണ്ടല്ലോ ഇവിടെ കുറച്ച് മുളകുകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ആ മുളകിൻ്റെ ഇടയിലായാലും നോക്കിയാൽ ചീരകൾ മുളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചീരകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കണ്ട. ഈ ഒരു ടൈമിൽ എന്നെ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് കൊമ്പൻ ജില്ലയും വരും. നന്നായി മൂത്തിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നന്നാവില്ല, കതിരായിട്ട് ആയിരിക്കൂട്ടാ കൂടുതലും വരിക. ചീരേനെ ഒരു വാഴവള്ളി എടുത്തിട്ട് ഒന്ന് കെട്ടി വയ്ക്കാന്ന് വെച്ചുകൂട്ടാ. അപ്പം ഇനി ചീര ഇവിടെ ഇരിക്കട്ടെ. ഇനി ഉണ്ടല്ലോ കുറച്ച് നാളികേരമൊക്കെ പറക്കാനുണ്ട്. അപ്പം ഇനി അത് പറക്കാൻ പോവാം. അയ്യോ, നാളെ പറക്കണേക്കാൾ മുന്നേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മറന്നു. കുറച്ച് പയർ പൊട്ടിക്കാനുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല, എന്നാലും നമുക്ക് ഉള്ളത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ പയർ, അതായത് പച്ച കുറ്റിപ്പയറാണ്. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെങ്കിൽ ഇവിടെ നമ്മൾ അരങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഗിൽറ്റ് അരങ്ങ്. പക്ഷെ അതൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. തത്തകളും കിളികളൊന്നും വരുന്നില്ല. പക്ഷേ അണ്ണാമാർ വന്നിട്ട് എല്ലാതും വെറുതെ കടിച്ച് കുറിച്ചിടുകയാണ്. അവർക്ക് തിന്നാനും പറ്റണില്ല, കാരണം അവർ മണിയെങ്കിലും വേണം. ഇത് മണിയും കിട്ടണില്ല. ഇപ്പം നോക്കിയേ, അവർ കുറിച്ചിട്ടത് ഞാൻ കാട്ടിത്തരാട്ടാ. ഇതിൻ്റെ ഇടയിലൊക്കെ താഴെ വെറുതെ കുറേ വീണെടുക്കുക ചള്ളു പയറുകൾ. അതിങ്ങനെ നമ്മൾ കറിക്ക് നുറുക്കില്ലേ, അതേപോലെ കഷ്ടം പോലെ ആക്കിയിട്ട് വേണം അവർ. കാരണം അവർ ആ മണി നോക്കിയിട്ടേ മറ്റേ എന്താ പറയുക, വെറുതെ കടിച്ച് ഇങ്ങനെ ഇട്ടൊക്കെ കണ്ടു. ഇതേപോലെ അവർക്ക് ഉപകാരപ്പെടാൻ പറ്റണില്ല, നമുക്ക് ഉപകാരപ്പെടാൻ പറ്റണില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മണിയാവാനോ കുറച്ച് മൂക്കാനോ ഒന്നും നിൽക്കണില്ല.
നമ്മളപ്പോൾ അന്നാന്ന് വന്ന് പൊട്ടിച്ചെടുക്കാട്ട് ചെയ്യണേ. ഇപ്പം ഈ ഒരു തരത്തിൽ മാത്രമല്ല, അവിടെ നാട്ടിലുള്ള 2 തരത്തിൽ ഇതേപോലെ നന്നായി പയറുണ്ട്. പക്ഷെ അതും ഇതേപോലെ തന്നെ കടിച്ചിടാണ് ചെയ്യണത് അവർ. അപ്പോൾ നോക്കിയാൽ ഞാനത് ഈ ഒരു കണ്ടോ, ഇതിലധികം മണിയൊന്നുമില്ല. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അധികം ടേസ്റ്റൊന്നും തോന്നണില്ല, എങ്കിലും കുഴപ്പമില്ല, നാശമാക്കി കളയട്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിച്ചെടുക്കണത്. പിന്നെ എൻ്റെ കൈമത്തെ കറാട്ട ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മൾ നമ്മുടെ നിത്യവൈദ്യനെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഒരു പശി ഉണ്ടാവും. പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ ചീരയും കൂടി പിടിച്ചില്ലേ, അതുകൊണ്ടാട്ടോ കൈമത്. അത് പക്ഷേ നമ്മൾ സാധാരണ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ അത് പൊക്കോളൂ. അപ്പോൾ നോക്കി നമ്മളത് ഇത്രയും പയറായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇത് സാധാരണ മൂത്തിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും പയർ. അത്രയധികം പയർ നമ്മൾ പൊട്ടിച്ചെടുക്കാറുള്ളതാ. ഇന്ന് ഞാൻ ഇതേപോലെ തന്നെ പയർ പൊട്ടിച്ചെടുക്കും. കള്ളാന്നുണ്ടല്ലോ അത്തിരി. എന്നും പൊട്ടിക്കണ പോലെ തന്നെ. കുഴപ്പമില്ല. ആരാ പറഞ്ഞോണോ, നമ്മള് തത്തേനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അരങ്ങൊക്കെ കിട്ടി വലിയ കാര്യത്തില്. പക്ഷെ അവര് തത്തകള് പറയണ്ടാവും അവിടെ ഇരുന്നിട്ട്, ഞങ്ങളെ അണ്ണാമാരെ വിട്ടിട്ട് ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു. നമുക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ അല്ല, നമുക്ക് ഓരോ പിടി എന്തായാലും കിട്ടും ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നപ്പോൾ നമ്മളിതാ ഇത്രയും പച്ചക്കറി ആട്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. നോക്കിയേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൽ പയറിൻ്റെ കാര്യം മാത്രം ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നണുള്ളൂ കേട്ടോ. ഇനി ഞാൻ നമ്മുടെ നാളികേരം പറക്കിയിട്ടെ. നാളികേരം പറക്കാൻ എളുപ്പമാണ്, കാരണം ചേട്ടൻ പുല്ലൊക്കെ ചെത്തുമ്പോൾ അതിനുള്ളിലേക്ക് 7 നാളികേരം കിടന്നിരുന്ന് അത് അപ്പം ചേട്ടൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പറക്കിയെടുക്കാൻ എളുപ്പമായിട്ട് എനിക്ക്. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ചുകൂടി നാളികേരം പറക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി പറക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ നാളികേരമൊക്കെ പറക്കിയിടൽ കഴിഞ്ഞു. ഓരോ ദിവസം നമ്മൾ പറമ്പിൽ വരുമ്പോൾ അർബാന കൊണ്ടുവരും, അങ്ങനെ പറക്കി കൊണ്ടുപോയിട്ട് ചെയ്യുന്നപ്പോൾ. അപ്പം നോക്കിയേ, നമ്മളിന്ന് പൊട്ടിച്ചെടുത്തത് ഇത്രയും കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നാണ്ട് ചീരയാണ്. ഇപ്പോൾ ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് ചീരയാണ്. ഇനി ഇവിടെ നിന്നാണ്ട് കിട്ടി തുടങ്ങും പതുക്കെ. അപ്പോൾ നോക്കി എത്രയും പച്ചക്കറിയായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തേ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമുക്കുണ്ടല്ലോ ഉള്ളി നടാൻ പോവാട്ടാ. അപ്പോൾ ദേശമായിട്ട് നോക്കിയാൽ 2 തടം എനിക്ക് നടാനായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളി നടന്നേക്കാളും മുന്നേ ഇവിടെ മറ്റേ കുമ്മായൊക്കെ ഇട്ടിട്ട് മണ്ണിനൊക്കെ കൊത്തിയിളക്കി ഏതാണ്ട് ഒരാഴ്ചയോളം ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ തടം അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഉള്ളി നന്നായിട്ട് ഉണ്ടാവാറുണ്ട്, എല്ലാ വട്ടം വെച്ചാലും നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് കാട്ടി തരാം കേട്ടോ. കാരണം ഇതേ രീതിയിൽ വെച്ചിട്ടാണ് നമുക്ക് ഉള്ളി ഇതേപോലെ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ഉള്ളി നമ്മൾ സാധാരണ കടയിലത്തെ ഉള്ളി തന്നെയാണ് നമ്മൾ നട്ടു കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കും. വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കുക. അത് വെറുതെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുള്ളൂ. മണ്ണിലേക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുക വേണ്ടോ. പകുതി ഭാഗമാണ് ഉള്ളിയുടെ മണ്ണിലേക്കായിട്ട് പോകണ്ടോ, ബാക്കിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിൽക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ നന്നായിട്ട് കൊത്തിളിക്കുക മണ്ണിലൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി, അത്രേ ചെയ്യണ്ടോ. വീട്ടിലത്തെ പറമ്പിലായിട്ട് നമ്മളിപ്പോൾ ഉള്ളി നട്ടു കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു തടത്തിലത്തെ ഉള്ളി നടൽ കഴിഞ്ഞ് ഇനി ആ ഒരു തടം കൂടി. പിന്നെ ഉള്ളിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ എന്നും നനയ്ക്കും വേണം. വെള്ളമാണെങ്കിലോ നന്നായി വാർന്ന് പോവും വേണം. ആ രീതിയിലാട്ടാ. അപ്പോൾ നമ്മുടെ ഉള്ളി നടൽ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പകുതിയാണ് നമ്മൾ ഉള്ളിയുടെ പകുതിയാണ് വെച്ച് കൊടുക്കണുള്ള മണ്ണിലേക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ നട്ടിട്ടാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ഉള്ളി നട്ടിട്ട് വിളവെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളി ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൻ്റെ എന്താ പറയുക ഇതിന് ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച് തരും കേട്ടോ. അപ്പോൾ ഞാൻ അന്നത്തെ ആ ലിങ്ക് കാട്ടിത്തരാം കേട്ടോ. നമ്മളെ റീൽസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് ഉള്ളി ഉണ്ടാവും. ഇതേപോലെ ഓരോ ഉള്ളിയെ നമ്മൾ വെച്ച് കൊടുക്കുള്ളൂ. ഇങ്ങനെ ഓരോ ഉള്ളിയാണ് നമ്മൾ വെച്ച് കൊടുക്കുള്ളൂ. എന്നിട്ടാണ് നമുക്ക് നന്നായിട്ട് ഒരു ഉള്ളിയുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഉള്ളി വെച്ചിട്ട് നമുക്കൊരു ഉള്ളിക്കട പറിക്കുമ്പോൾ 35 ഉള്ളി വരെ നമുക്കൊരു കടയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉള്ളി നട്ട് കൃത്യം 60 ദിവസമായി കഴിഞ്ഞാൽ അത് കൃത്യം നമ്മൾ ഈ രീതിയിലിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യം 60 ദിവസം കഴിഞ്ഞ് നമുക്ക് ഉള്ളി വിളവെടുക്കുകയും ചെയ്യാം. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയായിട്ട് ഉള്ളി കൃഷി. ഇനി എന്നിട്ടാണെങ്കിലേ നമ്മുടെ പയർ ഇവിടുത്തെ പറമ്പിൽ നമ്മൾ പയർ നട്ടിട്ട് മറ്റേ അതിന് ചില്ലുകൾ കുത്തിടക്കാറായിട്ടുണ്ട്. അവിടുത്തെ പറമ്പിൽ പയർ നട്ട് നമ്മൾ ഇന്ന് കാലത്ത് പൊട്ടിച്ചു കൊടുക്കേണ്ട അണ്ണന്മാർ തിന്നു തുടങ്ങി. രക്ഷയില്ല. കഴിഞ്ഞപ്പോൾ വീട്ടിലത്തെ പയർ ആണ് കഴിഞ്ഞ നമുക്കൊരു കിട്ടുന്ന പ്രതീക്ഷയുള്ളത്. അപ്പോൾ അതിന് കുറച്ച് വടിക്കും കുത്തിടക്കാറുണ്ട്. കാരണം തിരി നീട്ടി തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, നമുക്കിതാ ഇവിടെ നമ്മൾ നിത്യവൈദ്യനിക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പന്തലിടും വേണം. ഇതിന് പന്തലുണ്ടെങ്കിൽ ഷായട്ടനും കൂടി വേണം. അപ്പം ഞാൻ ആദ്യം പയറിന് വടി കുത്തി കൊടുക്കാൻ പോവാണ്. അപ്പോഴേക്ക് ഷായട്ടൻ വരും. അധികം പടരില്ലേ കുറ്റിപ്പയറിൽ പെട്ടതാണ് നമ്മളിപ്പോൾ എപ്പോഴും കൂടുതൽ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവരെ കൂടുതൽ ഇങ്ങനെ കയറി പോവില്ലേ. അപ്പോൾ ചെറിയ ഓരോ വടികൾ നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം എന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് അണ്ണാമാരും തത്തകളൊന്നും കൊണ്ടുപോകാണ്ടുണ്ടായി കിട്ടും നോക്കണം. എല്ലാ വർഷവും നമുക്ക് നന്നായി പയറുണ്ടാവാറുണ്ട്. ഈ വർഷം ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ, അല്ലെങ്കിൽ മറ്റു നല്ലമാർ കൊണ്ടുപോയാലും നമുക്ക് കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഈ ചള്ളു പോലെ പൊട്ടിച്ചെടുക്കേണ്ടി വന്നു തുടങ്ങിയത്. ഇവിടെ ആകുമ്പോഴേ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലാകുമ്പോൾ നമ്മളെപ്പോഴും എനക്കുണ്ടാവും. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് വരും. അവിടുത്തെ പറമ്പിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കുറച്ച് നേരം പോവും, അതേപോലെ വൈകിട്ട് കുറച്ച് നേരം പോവും. 2 നേരമല്ലേ പോകണുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കൂടുതലും അണ്ണന്മാരുടെ ഇങ്ങനെ എന്താ പറയുക കൂടുതൽ അവർ വന്ന് തിന്ന് പോണതിൻ്റെ കാരണം. ഇവിടെ അങ്ങനെ പോവില്ല. അപ്പോൾ നമ്മുടെ പയറിന് കുത്തികൊടുക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ ചെടികളൊക്കെ ചട്ടികളൊക്കെ ഒന്ന് കയറ്റി വെച്ചതൊക്കെ ഒന്ന് ഇറക്കി വെക്കി വെക്കണം. ഇനി ആ കാര്യങ്ങൾ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ എന്ന് ചെയ്യണമല്ലോ. ഇപ്പോൾ വൈകിട്ട് പിന്നെ കുറച്ച് നേരം വീണ്ടും കിടക്കും പറമ്പിലേക്ക്. അമ്മയുടെ റൊണാൾഡോ മോനെ എന്ത് നിൽക്കണേ വയ്യ കിടത്ത്. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ കേട്ടോ ഇനിയുള്ള പണികൾ. വാ നമുക്ക് ഒരുമിച്ച് പണിയാ നടക്ക്. നിങ്ങൾക്ക് തരണ്ട കേട്ടാ. കരയണ്ട തരണ്ടേ.
നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കോളറൊക്കെ അയച്ചു വിട്ടാ വേഗം സുഖമായി അവർ കല്യാണം കുട്ടിയുടെ താഴേക്ക് ഇറക്കണം. അവൾ നല്ല സുഖമാണ്. അത് കാരണം അവൾക്ക് താഴേക്ക് വരണമെന്നില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലും, വീടിൻ്റെ ഉള്ളിലായി കാരണം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ചട്ടികളൊക്കെ കയറ്റി വെച്ചില്ല, ഇവിടെ ടൈല് പെയിൻറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ചട്ടി ഇവിടെ ടൈലൊക്കെ കഴുകി തന്നു അവർ. പക്ഷേ പെയിൻറ്റിൽ ഇടയിൽ ഓരോ മഴ പെയ്യണ കാരണം അവർ പറഞ്ഞു ടൈല് നന്നായി ഉണങ്ങി കിടന്നാൽ മാത്രമാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അത് കാരണം അത് നടന്നില്ല. അപ്പം ഞാൻ അപ്പോൾ ഞാൻ എങ്ങനെയാണെങ്കിൽ ആ ചട്ടികളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വെക്കാൻ പോവാം. അപ്പോൾ പോരാത്തതിന് നമ്മളിവിടെ ഇങ്ങനെ ഒരു ചാല പോലെ ഉണ്ട്. കാരണം ഈ ടൈലുമ്പോൾ വരുന്ന മണ്ണൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴുകുമ്പോൾ ഇവിടേക്ക് പോയിട്ട് ആ മണ്ണ് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചാലയിലത്തെ മണ്ണുകൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റണം. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഇപ്പം ചെടികൾ നശിപ്പിക്കുന്ന സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്നിട്ടാണെങ്കിൽ ഇവിടെ ചെടികൾ താഴെ വെച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കോഴികളെ ഇതിൽ നോക്കില്ല. നമ്മൾ കിടക്കണ ഒരു വഴിയുണ്ട്, അതിൽ മാത്രമാണ് കോഴികളെ നോക്കാറ്. ഇപ്പോൾ ഇവിടെ ചെടികൾ ഇല്ലാണ്ട് ഇപ്പോൾ അവർ ഓടി വന്ന് ഈ ചെടിയുടെ ഗ്യാപ്പിൽ കൂടെ നോക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചട്ടികൾ മറിയാം. അത് 2 ചട്ടി പൊട്ടിയുണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി അവിടേക്ക് വേറെ ഇവിടെ ചട്ടി വെച്ചിട്ട് ഇനി ഇവിടെ വെക്കണുള്ളൂ. അപ്പോൾ അവർ കയറില്ല. നീങ്ങടാ കുട്ടപ്പയ്യ. എന്നിട്ടാ റൊണാൾഡോ മോനെ അറിയണ്ടേ? ഇവിടെ ഒരാൾ വന്നിക്കണൊക്കെ കാര്യം വെച്ചിട്ട് നീ ഇവർക്കുട്ടെ നീക്കടാ നെയ്മർക്കുട്ട. ഇതൊന്നും മണ്ണ് മാന്തിട്ടെ ഞാൻ. നീക്ക് ബോട്ട് മോന് വേണോ? കൈക്കോട്ട് വേണോ മണ്ണ് മാന്താനായിട്ട്? ബോട്ട് കൂട്ടാ നീങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് വരാം കേട്ടാ. ബോട്ട് കൂട്ടാ വരാട്ടാ. വരണ്ടേ? ഇനി നമ്മുടെ ചട്ടികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അന്ന് ഇവിടെ കഴുകേണ്ട കാര്യത്തിനാണ് നമ്മൾ അന്ന് എടുത്തിങ്ങോട്ട് വെച്ചത്. ഇവിടെ ഇരിക്കുമ്പോഴേ നന്നായി പൂവിടും. ഇവിടെ ഇരിക്കുമ്പോൾ പൂവിടൽ ഇത്തിരി കുറവാണ്. കാരണം ഒരു വെയിലിൻ്റെ ഷെയ്ഡ് ഉണ്ട്. റോസിക്കൊക്കെ നല്ല വെയിൽ വേണ്ടേ. ഇപ്പം ഇതിമേക്ക് മുട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും വിരിഞ്ഞോളും. ആ വെയിൽ കുറവ് കിട്ടിയതിൻ്റെയാണ്. നീങ്ങ് പിന്നെ മുള്ളു കുത്തു നീങ്ങ്.
നെയ്മറേ നീങ്ങ കണ്ട റോസേരെ മുള്ള കണ്ണുമ്പോൾ കൊണ്ടേനിപ്പോൾ. ചെടികളൊക്കെ നമ്മുടെ ഈ പുല്ലിലേക്ക് എടുത്ത് വെച്ചപ്പോഴേ ഇവിടുത്തെ പുല്ല് നാശേ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇവിടുത്തെ പുല്ല് ഇവിടുത്തെ ചെത്തി കളയും. എന്നിട്ട് ആദ്യം പുതിയ ഷീറ്റ് ഇടുള്ളൂ കേട്ടോ. അത് നമുക്ക് തന്നെ മേടിച്ച് ഇടാവുന്നതുള്ളൂ. അവിടെ നഴ്സറി പോയിട്ടുണ്ടെങ്കിൽ ഷീറ്റുകളായിട്ട് കിട്ടും 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ വീതം. അപ്പോൾ അത് മേടിച്ച് വേണമെന്ന് അപ്പം തന്നെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ചട്ടികളൊക്കെ ഇതേ അതിൻ്റെ സാധനങ്ങളിലേക്ക് എടുത്ത് വെച്ചു കൂട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നല്ല മഴക്കാർ വരുന്നുണ്ട്, ഇരുണ്ട് കൂടിയിട്ട് നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയ ഇടയ്ക്ക് മഴ പെയ്യാറുണ്ട്, പക്ഷേ ഈ മഴ നല്ല കാര്യമായിട്ട് പെയ്യുന്നത് തോന്നുന്നു അല്ലേ കുട്ടിപ്പൈകളെ? നല്ല മക്കളായിട്ട് ഇരുന്നോളൂ കേട്ടാ. കല്യാണം കൂട്ടിയിൽ ഇറക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഒരു ദിവസം നോക്കിക്കൂടെ ഒരാളൊരു പണിയെടുക്കണേ. ഒരു ചകിരി കിട്ടിയിട്ടുണ്ട്, ആൾ ഇനി അതും ഇരുന്നോളും കുറേ നേരം കടിച്ച് വലിച്ച്. മാർട്ടോണ പോലെ നല്ല പണിയില്ലല്ലോ. നല്ല പണിയില്ലല്ലോ. നമ്മുടെ ഈ തോട്ടിലിട്ട് അതൊക്കെ കുട്ടികൾ വന്ന് മീൻ പിടിക്കും. അപ്പോൾ ഇവർക്ക് നോക്കിയാൽ മീൻ കിട്ടിയിട്ടുണ്ട്. വലിയ ബ്രാല്, നിസ്സാരല്ല കേട്ടോ നമ്മുടെ കുട്ടികൾ. നോക്കിയേ എന്തൊരു വലിയ ബ്രാലാ നോക്കിയേ. ഇപ്പൊ ഇത് നല്ല ചൂണ്ടലിമല്ലേ ഉണ്ണിയേ? ഇത് ചൂണ്ടല് ഇപ്പൊ കൊളത്തി വെക്കാം കേട്ടാ. ദേ ഉണ്ണി പൂരണ്ട നോക്കിയേ, കാട്ടി കൊടുക്ക അവർക്ക്. കണ്ട അവര് ചൂണ്ടല് നോക്കിയേ. ഈ ചൂണ്ടലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഉണ്ണിയെ? എത്ര ലോങ് ആണെങ്കിലും എറിയാൻ പറ്റും ഇത്. എന്നിട്ട് അത് വലിച്ച് റിട്രൈവ് ചെയ്യുമ്പോ ഇത് വന്ന് കടിച്ചാല് ഒരു വലി വലിച്ചാൽ മതി. പക്ഷെ എനിക്കിത് ഇവിടെ കുളത്തി പിടിച്ചോണ്ട് ഞാൻ നേരെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലിയ എനിക്ക് ഹൂക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ട് ഒരൊറ്റ വലി വലിക്കണം, പക്ഷെ എനിക്ക് വലിക്കാൻ പറ്റിയില്ല. ഇത് പൊണ്ണിക്കറിയോ? ഇത് എത്ര കിലോ ഉണ്ടാവും ഉണ്ണിയെ? ഒരു 1 കിലോ ഉണ്ടാവും. 1 കിലോ എന്തായാലും മുകളിലുണ്ടാവുന്ന ആന്റിക്ക് തോന്നണേട്ടാ. നല്ല വലുപ്പം തോന്നുന്നുണ്ട്. മോന്റെ വീട് എവിടെയാ? ഞാന്റെ വീട് ഇവിടെ ക്രിസ്റ്റോപ്പ് വില്ലേജ് വഴി അറിയോ? അവിടുന്ന് നേരെ പോകുമ്പോ കപ്പോളന്റെ അവിടെ എത്തനായിട്ട് മുമ്പ്. ഇല്ല, അവരൊന്നും ചെയ്യില്ല. നമ്മുടെ പേളിക്കൂട്ടി ടൈസിന് അംബ്രൂസൊക്കെ വരണം, അപ്പൊ അവർക്ക് പേടിയാവും. അവരൊന്നും ചെയ്യില്ല കേട്ടാ. പിന്നെ ഇങ്ങരുടെ വീട് നമ്മുടെ 2 വീട് അപ്പുറാട്ടാ. മോന്റെ പേരൊന്നാ? അമർനാഥ്. അമർനാഥ്. മോനെ യൂട്യൂബ് ചാനലുണ്ടാ? എന്ത് പേര് പറഞ്ഞേ? അമർനാഥ് എന്ന് പറഞ്ഞിട്ട് അവന് യൂട്യൂബ് ചാനലുണ്ട് കേട്ടാ. സപ്പോർട്ട് ചെയ്തോ കേട്ടോ അവനെ. ഞാനിതാ നമ്മുടെ ഗോമൂത്രം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് വീട്ടിലേക്ക് ബക്കറ്റ് വെച്ച് വരുമ്പോഴാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മീൻ പിടിച്ച ആളിങ്ങനെ എടുക്കണത്. അങ്ങനെയായിട്ട് ഞാൻ കണ്ടത്. പൂവൊന്നും പേടിയില്ലേ? പൂവില്ലടോ ഉണ്ണിയെ. അടിപൊളി നമ്മുടെ കുട്ടികൾ പിടിക്കരാട്ടാ. അപ്പൊ മോൻ ഇത് ഊരിനെങ്കിൽ ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അച്ചുടാ ആന്റിയുടെ ഉണ്ടോ നോക്കട്ടെ. എന്തൊരു പ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായി. അമർനാഥ് മീൻ 2ാമത് ചൂണ്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. എന്തിനാ കളിക്കാൻ പോണെന്ന് നോക്കിയാ ചൂണ്ടല്ലേ. ഇത് കണ്ട ഈ ഒരു അനക്കം കാണുമ്പോഴേ മീനുകൾ പെട്ടെന്ന് വരുന്നെന്ന് പറയണേ. അങ്ങനെയാണ് ഇതിപ്പോ ഒന്ന് കൊളത്തന്നെ. അല്ലാണ്ട് ഇതിപ്പോ വേറെ തീറ്റൊന്നും വെച്ച് കൊടുക്കില്ല, വെറുതെ ഇങ്ങനെ ഇട്ടുള്ളൂ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അമർനാഥ് മീൻ പിടിക്കുന്നത്. എനിക്ക് സമയമില്ലാത്ത കാരണം ഞാനിതാ ഇവരോട് ബൈ പറഞ്ഞു പോവാ. പോട്ടെ ഉണ്ണികളെ, ആൻറ്റി പോവാട്ടെ. ബൈ. ഓക്കെ, താങ്ക് യുടാ. എൻ്റെ മോൻ്റെ ചാനൽ നോക്കാട്ടെ ആൻറ്റി. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി നിന്നു കേട്ടാ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ചട്നിയുടെ വിശേഷങ്ങളൊക്കെ ശരിക്കും നമ്മുടെ യൂണിക് ഫാമിലി 2.0 കാണാൻ പറ്റാതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നല്ലതും നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടിടാം.